Good afternoon. Good afternoon. Okay, good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഓക്കെ. ശരി, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാവരും 17 വരുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ചാപ്റ്റർ തീർന്നു അല്ലെ? അത് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് ശരിക്കും എനിക്കൊന്ന് നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 16 ആണ് കേട്ടോ. 16ാമത്തെ ചാപ്റ്റർ ആണ് തോന്നുന്നു അല്ലെ? 16ാമത്തെ ചാപ്റ്റർ അല്ലേ? അപ്പൊ ഇത് വന്നിട്ട് ശരിക്കും മൊഡ്യൂൾ വൈസ് നോക്കുമ്പോൾ 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. 4ാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഓരോ മൊഡ്യൂളിലും വരുന്ന ചാപ്റ്റേഴ്സുകൾ ഇട്ട് തന്നിട്ടുണ്ടല്ലോ. അത് വെച്ച് നിങ്ങൾ നോക്കണം കേട്ടോ. കമ്പയർ ചെയ്ത് ഓരോ മൊഡ്യൂൾസിനകത്തും ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് നോക്കി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ എക്സാമിന്റെ ടൈം ആകുമ്പോൾ മാറിപ്പോകരുത്. ഓക്കെ. ഇത് ശരിക്കും 4th മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കുകയാണേ. അപ്പൊ നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെ? മെഡിക്കൽ ഇൻഷുറൻസിന്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാരഗ്രാഫ് നമ്മളൊന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. നമ്മള് ആദ്യം തന്നെ നമുക്കറിയാലോ ഇന്ന് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടുമിക്കവരും എടുത്തിട്ടുണ്ടാവും അല്ലെ? ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരായിരിക്കാം, എടുക്കാത്തവരുണ്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഏറ്റവും ഒരു നല്ല കാര്യമാണ് അല്ലെ? ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് സമ്പാദിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അല്ലെ നമ്മുടെ കയ്യില് പൈസ ഒരുപാട് നഷ്ടപ്പെട്ടു അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടേംസുകൾ പഠിക്കണം. കുറച്ച് ടേംസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഏതൊക്കെയാണ് ആ ടേംസുകൾ എന്നറിയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? അതുപോലെ തന്നെ ആരാണ് ഇൻഷുർഡ് പേഴ്സൺ? ഓക്കെ, ഇൻഷുർഡ് കേട്ടോ. ഇൻഷുർഡ് പേഴ്സൺ ആരാണ്? ഇൻഷുറർ ആരാണ്? പോളിസി മീൻസ് പ്രീമിയം എന്താണ്? ഓക്കെ, പ്രീമിയം എന്താണ്? അതുപോലെ തന്നെ എന്താണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാല്? ക്ലെയിം എന്താണ്? ക്ലെയിം എന്ന് പറയുമ്പോൾ തന്നെ 2 ടൈപ്പ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഉണ്ട്, തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട്. ഓക്കെ, പിന്നെന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്? മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണ്? അങ്ങനെ കുറച്ചധികം ടേംസുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്തേക്ക് കടക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓരോ ടേംസുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് അതാണ് ആദ്യം ഇവിടെ പറഞ്ഞിട്ട് ടേംസ് ആണ് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് അഥവാ മെഡിക്കൽ ഇൻഷുറൻസ് എന്നാണ് ആദ്യമാണ് പറയുന്നത്. നോക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് മീൻസ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ദ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ്. എന്താണ് പറയുന്നത്? അതായത് അസുഖം മൂലം ആക്സിഡൻസ് മൂലം ഒക്കെ ഉണ്ടാകുന്ന മെഡിക്കൽ ചെലവുകൾ വഹിക്കാനായിട്ട് അല്ലെങ്കിൽ അത്തരം മെഡിക്കൽ ചെലവുകൾ നിറവേറ്റാനായിട്ട് നമ്മെ സഹായിക്കുന്ന എന്താണ് ഒരു ഫെസിലിറ്റി അല്ലെ ഒരു സംവിധാനമാണ് എന്ത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അവിടെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. ഡാഷ് മീൻസ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ്. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? പല ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട് അല്ലെ? ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ഹോം ഇൻഷുറൻസ് ഉണ്ട്, ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട്, ഒത്തിരി പല ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖമോ ആക്സിഡന്റോ സംഭവിച്ചു കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന മെഡിക്കൽ ചെലവുകളെയൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ടേം മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ടത് ആരാണ് ഇൻഷുർഡ് അല്ലെ? ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഷുർഡ് പേഴ്സൺ ആരാണ്? അതായത് ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തി, ഇതാണ് ഇൻഷുർഡ്.
അതാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറഞ്ഞത്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട. The insured is the person or business that gets compensated if the loss occurs. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം കേട്ടോ. അവിടെ കുറച്ച് പ്രിന്റിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. The insured is the person or business that gets compensated if the loss occurs. എന്നിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം, സെന്റൻസ് അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എന്താണ് ഇൻഷുർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഷുർഡ് എന്നതുകൊണ്ട് അർത്ഥം. INSURED ഇൻഷുർഡ്. ഇൻഷുർഡ് ആരാണ്? നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ബിസിനസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഷുർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻഷുർഡ് ആരാന്ന് മനസ്സിലായല്ലോ, ഇൻഷുർ ചെയ്ത വ്യക്തിയാണ് കേട്ടോ. അടുത്തത് ആരാണ്? ഇവിടെ ഈസ് നോൺ ആസ് എന്നുള്ളത് വെട്ടിയിട്ടോ കേട്ടോ, അതിന്റെ ആവശ്യമില്ല. ഈസ് നോൺ ആസ് വെട്ടിക്കോ, എന്നിട്ട് ഇങ്ങനെ വായിക്കാം. ഇൻഷുറർ ഇസ് ദ കമ്പനി ദാറ്റ് എഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. ഇനി ആരാണ് ഇൻഷുറർ എന്ന് പറയുന്നത്? നഷ്ടപരിഹാരത്തിനായിട്ടുള്ള പണം എന്താണ് നൽകാൻ സമ്മതിക്കുന്ന കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഷുറർ അല്ലെ. ആരാണ് ഇൻഷുറർ? നഷ്ടപരിഹാരത്തിനായിട്ട് പണം നൽകുന്ന ആ ഒരു കമ്പനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഷുറർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് അതിന് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരു ആക്സിഡന്റ് വന്നു, എനിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് എനിക്ക് എന്ത് ചെയ്യാം, ആ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങും അല്ലെ. അപ്പൊ ആ നഷ്ടപരിഹാരം ലഭിക്കുന്ന ഞാനാണ് അവിടുത്തെ ഇൻഷുർഡ് പേഴ്സൺ അല്ലെ, ഞാനാണ് ഇൻഷുർഡ്. എനിക്ക് ആ എമൗണ്ട് തരുന്ന ആ കമ്പനി ഉണ്ടല്ലോ, ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ അവര്, ആ കമ്പനിയാണ് എന്താ ഇൻഷുറർ എന്ന് പറയുന്നത്. അപ്പൊ 3 ടേം മനസ്സിലായോ നിങ്ങൾക്ക്? ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നോക്കാം. The money that is paid by the insured to the insurer is called premium. അങ്ങനെ ഒന്ന് എഴുതി ചേർക്കണം കേട്ടോ. ഈസ് കോൾഡ് പ്രീമിയം എന്ന് എഴുതി ചേർക്കണം. എന്താണ് പ്രീമിയം എന്നാണ് അവിടെ പറയുന്നത്. The money that is paid by the insured to the insurer is called premium. അതായത് ആ ഒരു ഇൻഷുർഡ് പേഴ്സൺ ഇൻഷുറർക്ക് കൊടുക്കുന്ന ആ ഒരു നിശ്ചിത തുക അല്ലെ. നമ്മളിപ്പോ അതൊരു മന്ത്ലി ആയിട്ടായിരിക്കാം നമ്മൾ അടയ്ക്കുന്നത്. ചില പോളിസിക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ. 3 മാസം കൊണ്ട് 6 മാസം അങ്ങനെ 3 മാസം കൊടുക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. പൊതുവെ എന്താണ്, എവരി മന്ത് എല്ലാ മാസം നമ്മളൊരു നിശ്ചിത തുക വീതം എന്ത് ചെയ്യാണ്, ഇൻഷുറർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീമിയം എന്ന് പറയുന്നത്. പ്രീമിയം മുടങ്ങാതെ അടയ്ക്കണം എന്നൊക്കെ നമുക്ക് കേട്ടിട്ടില്ലേ. പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഷുർഡ് പേഴ്സൺ ഇൻഷുറർക്ക് കൊടുക്കുന്ന ആ ഒരു നിശ്ചിത തുകയാണ് നമ്മുടെ പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻഷുർഡ് ആരാണെന്നും ഇൻഷുറർ ആരാണെന്നും പ്രീമിയം എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും, എന്താണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. ഓക്കെ, എന്താണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്? പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കരാറാണ്. ഇറ്റ്സ് ആൻ എഗ്രിമെന്റ് കേട്ടോ. ആര് തമ്മിലുള്ള കരാറാണ്? ഇൻഷുർഡും ഇൻഷുററും തമ്മിലുള്ള ഒരു കരാറാണ്. ആ കരാറിൽ എന്താണ്, ഇൻഷുറർ അതായത് ആ കമ്പനി എന്താണ് ഒരു നിശ്ചിത പ്രീമിയത്തില് അല്ലെ, ഒരു നിശ്ചിത പ്രീമിയത്തില് എന്താണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ആർക്ക് കൊടുക്കുകയാണ്, ആർക്ക് പ്രൊവൈഡ് ചെയ്യാണ്, ഇൻഷുർഡിന് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റ്, ആ ഒരു കരാറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? എ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഈസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഇൻഷുർഡ് പേഴ്സൺ ആണ്. ഇൻഷുറർ എടുത്തിട്ടുള്ള ആ വ്യക്തിയാവാം, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം. In which the insurer agrees to provide specific health insurance cover at a particular premium. അല്ലെ, ഒരു നിശ്ചിത പ്രീമിയത്തിന് എന്താണ് ഒരു പർട്ടിക്കുലർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഇൻഷുറർ ആർക്ക് കൊടുക്കാണ്, ഇൻഷുർഡിന് കൊടുക്കാണ്. അവര് തമ്മിലുള്ള ആ ഒരു കരാറാണ് എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പോ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നും ഇൻഷുർഡ് എന്താണെന്നും ഇൻഷുറർ എന്താണെന്നും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ക്ലെയിം ആണ് കേട്ടോ. ക്ലെയിം എന്താണ്? ക്ലെയിം എന്ന് പറഞ്ഞാല്, ക്ലെയിം എന്ന് പറഞ്ഞാൽ സിംപിളി നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഇസ് ദ റിക്വസിഷൻ ഫോർ ദ പേയ്മെന്റ് അല്ലെ. ഇറ്റ് ഇസ് ദ റിക്വസിഷൻ ഫോർ ദ പേയ്മെന്റ്.
ഒരു നഷ്ടപരിഹാരത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ കമ്പനിയോട് ഒരു റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു അല്ലെങ്കിൽ നമുക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് മൂലം ഉണ്ടാകുന്ന നഷ്ടപരിഹാരത്തിനായിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള കമ്പനിയോട് നമ്മൾ ആവശ്യപ്പെടും, റിക്വസ്റ്റ് ചെയ്യും അല്ലെ. ആ ഒരു റിക്വസ്റ്റിനെയാണ്, റിക്വസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ക്ലെയിം എന്താണ്? ഇറ്റ് ഈസ് ദ റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് ദ റിക്വസിഷൻ, എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് ബൈ എൻ ഇൻഷുറർ ഓഫ് എ ലോസ് കവേർഡ് ബൈ എ പോളിസി. അതായത് ആ ഒരു പോളിസി കവർ ചെയ്യുന്ന അല്ലെ, അത് നഷ്ടപരിഹാരത്തിനായിട്ട് ആ പോളിസി കവർ ചെയ്യുന്ന തുക എന്താണ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. ആ ഒരു റിക്വസ്റ്റിനെ അല്ലെങ്കിൽ റിക്വസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്തെങ്കിലും ഒന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യട്ടോ, ഒന്നും മിണ്ടാതിരിക്കല്ലേ, എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെയാണ്. എന്തെങ്കിലും ചോദിക്കുമ്പൊക്കെ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വായിച്ചു വിടും കേട്ടോ. പിന്നെ അവസാനം മനസ്സിലായില്ല എന്ന് പറയരുത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് ക്ലെയിം എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ക്ലെയിം ക്ലിയർ ആയല്ലോ. ഈ ക്ലെയിം തന്നെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. എന്താണ്? ഫസ്റ്റ് പാർട്ടി ക്ലെയിംസും അതുപോലെ തന്നെ തേർഡ് പാർട്ടി ക്ലെയിംസും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ഇൻഷുറൻസും. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ആ ഒരു പോളിസി ഹോൾഡർ തന്നെ, പോളിസി എടുത്തിട്ടുള്ള ആളുണ്ടല്ലോ, ഇൻഷുർ ചെയ്തിട്ടുള്ള ആ വ്യക്തി, ആ ഒരു വ്യക്തി തന്നെ എന്ത് ചെയ്യാണ്, കമ്പനിയോട് അല്ലെ, ഇൻഷുറൻസ് കമ്പനിയോട് നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്. ആ വ്യക്തി തന്നെ റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ആ പോളിസി ഹോൾഡർ തന്നെ കമ്പനിയോട് എന്ത് ചെയ്യാണ്, ആ ഒരു നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാള് അജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള്, ഓക്കെ, അയാൾക്ക് കാറുണ്ട്, അയാള് ആക്സിഡന്റ് എടുത്തിട്ടുണ്ട്, മറ്റേ ആക്സിഡന്റ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അയാള് കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് കാർ ആക്സിഡന്റ് ആകുന്നതാണ്. കാർ ആക്സിഡന്റിൽ ഇയാൾക്കൊന്നും പറ്റിയില്ല, കാറിന് കുറച്ച് കേടുപാടുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അജിത്ത് എന്ത് ചെയ്യാണ്, ആ ഒരു ഇൻഷുറൻസ് കമ്പനിയോട് ആളുടെ കാറിന് വന്ന ആ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ക്ലെയിം ചെയ്യാണ് അല്ലെ. അപ്പൊ ആ വ്യക്തി തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയോട് എന്ത് ചെയ്യാണ്, ആ ഒരു റിക്വസ്റ്റ് ക്ലെയിം ചെയ്യാണ്. അപ്പൊ അതാണ് എന്ത്, ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് എന്ത്, തേർഡ് പാർട്ടി ക്ലെയിംസ് കേട്ടോ. തേർഡ് പാർട്ടി ക്ലെയിംസ് അവിടെ ശ്രദ്ധിക്കണം, തേർഡ് പാർട്ടിയാണ്. അതായത് മൂന്നാമതൊരു വ്യക്തി, ഓക്കെ, മൂന്നാമതൊരു വ്യക്തി പോളിസി ഹോൾഡറുടെ ഇൻഷുറൻസ് കമ്പനിയോട് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്. അതാണ് എന്ത്, തേർഡ് പാർട്ടി ക്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതൊരു വ്യക്തിയാണ്. ഇപ്പൊ നോക്കിയേ, നമ്മളായാലും നമ്മളിപ്പോ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകും, നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റുന്നത് മാത്രമല്ലല്ലോ, നമ്മുടെ വണ്ടി തട്ടിയിട്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും നാശം വന്നാൽ അതും ആയില്ലേ അല്ലെ. അവർക്ക് മറ്റാർക്കെങ്കിലും ഒരു ജീവഹാനി വരികയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വരികയാണെങ്കിൽ അവരെയും ആ മൂന്നാമതൊരാൾ, ആ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്. അതാണ് എന്ത്, തേർഡ് പാർട്ടി ക്ലെയിം. അപ്പൊ അധികം നമ്മൾ എടുക്കുന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നത് മാത്രമല്ല, നമ്മൾ മൂലം മറ്റൊരാൾക്കും കൂടെ അപകടം വരികയാണെങ്കിൽ അതെന്താണ്, പ്രശ്നം വരികയാണ്. അതാണ് എന്ത്, തേർഡ് പാർട്ടി. മൂന്നാമതൊരാൾ, അജിത്തിന്റെ കേസ് പറഞ്ഞ അജിത്ത് കാർ ഓടിച്ചു പോയി, എന്നിട്ട് വേറൊരാളുടെ രവി എന്ന് പറഞ്ഞ ആളുടെ കാറുമായിട്ട് തട്ടി, അപ്പൊ അയാളുടെ കാറിനും കേടുപാട് സംഭവിക്കുകയാണ്. അപ്പൊ ഇയാൾക്കും അജിത്തിനും ആക്സിഡന്റ് സംഭവിക്കാണ്ട് രവിക്കും ആക്സിഡന്റ് സംഭവിക്കാണ്ട് രണ്ടുപേരുടെ കാറിന് എന്താണ്, കേടുപാടുകൾ വരുന്നത്. അപ്പൊ ഈ പറയുന്ന രവി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യാണ്, ഈ പറയുന്ന അജിത്തിന്റെ ഇൻഷുറൻസ് കമ്പനിയോട് എന്തിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ്, നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ പറഞ്ഞത്, പോളിസി, മൂന്നാമതൊരു വ്യക്തി പോളിസി ഹോൾഡറിന്റെ കമ്പനിയോട്, ആ ഇൻഷുറൻസ് കമ്പനിയോട് നഷ്ടപരിഹാരത്തിനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന, അതാണിത് തേർഡ് പാർട്ടി ക്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണെന്ന് പറഞ്ഞത്. ക്ലെയിം രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. അടുത്തതാണിത് എക്സ്ക്ലൂഷൻ. എന്താണ് എക്സ്ക്ലൂഡ് ചെയ്യാന്ന് വെച്ചാല്, ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാല് ഒഴിവാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് എക്സ്ക്ലൂഷൻ? അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ സർക്കംസ്റ്റൻസസ് enlisted in the policy that are not covered by the policy, that is called exclusion. അതായത് നമ്മളിപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ചില പോളിസികൾ എല്ലാ കാര്യത്തിനും ഇൻഷുറൻസ് കവറേജ് ഒന്നും കൊടുക്കില്ല. ചില റിസ്കുകൾക്ക്,
ചില സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ റിസ്കുകളാവാം, ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല എന്താ പറയുക ഡാമേജ് ആയിരിക്കാം. അതിനൊന്നും എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് കൊടുക്കില്ല. അപ്പൊ അങ്ങനെ ഇൻഷുറൻസ് കവറേജ് കൊടുക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് പോളിസിക്കകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മളായാലും ഒരു പോളിസി എടുക്കുന്ന സമയത്ത് ആ ഒരു പോളിസിയിൽ കവർ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് കൃത്യമായിട്ട് അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം, അല്ലെ? അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ ഒഴിവാക്കുന്ന, അതായത് ആ കവറേജിൽ നിന്ന് ഒഴിവാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിപ്പോ ഒരു സ്പെസിഫിക് റിസ്ക് ആവാം, ലോസ് ആവാം, ഡാമേജ് ആവാം. അതാണ് അവിടെ ആ ഒഴിവാക്കലിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, ഒരാളെ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ജീവഹാനിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വരുവാണെങ്കിൽ ഇൻഷുറൻസ് കിട്ടാനായിട്ട്. പക്ഷേ ആ ഇൻഷുറൻസിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, സൂയിസൈഡ് പോലെയുള്ള സെൽഫ് ഹാമുകൾക്ക് ഒരു കാരണവശാലും ഈ ഇൻഷുറൻസ് കവറേജ് തരുന്നില്ല എന്നുള്ളത്. അപ്പോഴെന്താണ്, ലൈഫ് ഇൻഷുറൻസ് തന്നെയാണ്, പക്ഷെ എന്താണ്, സ്വയം ഇപ്പൊ എന്താ പറയാ സെൽഫ് ഹാം ചെയ്യുകയാണ്, ഈ സൂസൈഡ് ഒക്കെ പോലെ ചെയ്യുകയാണെങ്കിൽ അത്തരം അവസ്ഥകൾ അതുമൂലം ഉണ്ടാകുന്ന ജീവഹാനിക്ക് എന്ത് കൊടുക്കില്ല, ഇൻഷുറൻസ് കിട്ടില്ല എന്നുള്ള കാര്യം ആ ഒരു പോളിസിക്കകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതാണ് എക്സ്ക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ എക്സ്ക്ലൂഷൻ സിറ്റുവേഷൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. സംഗതി മനസ്സിലായല്ലോ? അതുകൊണ്ട് വായിക്കാം. സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ സർക്കംസ്റ്റൻസസ്, അല്ലെ? ചിലപ്പോൾ കണ്ടീഷൻസ് ആവാം, മെഡിക്കൽ കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം. എൻലിസ്റ്റഡ് ഇൻ ദ പോളിസി ദാറ്റ് ആർ നോട്ട് കവേർഡ് ബൈ ദ പോളിസി. പോളിസി കവർ ചെയ്യാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് ലിസ്റ്റ് ചെയ്യും. ഇനി എന്താണ് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് റിസ്ക്? റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പോസിബിലിറ്റി ഓഫ് എ ലോസ്, അല്ലെ? ഒരു നഷ്ടം വരാനുള്ള സാധ്യതയാണ് നമ്മൾ റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതാണെന്ത്? ഹെൽത്ത് ഇൻഷുറൻസും മെഡിക്ലെയിം ഇൻഷുറൻസും. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസും മെഡിക്ലെയിം ഇൻഷുറൻസും. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും കേൾക്കുമ്പോൾ തോന്നുന്നത് രണ്ടും സെയിം അല്ലേ? തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് ആദ്യത്തെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ് ദാറ്റ് കവേഴ്സ് ദ കോസ്റ്റ് ഓഫ് എ ഇൻഷുർഡ് ഇൻഡിവിജ്വൽസ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസസ്. അതായത് ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ മെഡിക്കൽ അതുപോലെ തന്നെ എന്താണ് സർജിക്കൽ ചെലവുകളൊക്കെ വഹിക്കുന്ന അത്തരം ചെലവുകളെല്ലാം കവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഒരു ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ചെലവുകളെ വഹിക്കുന്നതിനായിട്ട് കവർ ചെയ്യുന്നതിനുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെയാണെന്ത്? മെഡിക്ലെയിം ഇൻഷുറൻസ്. എന്താണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ കവർ, അതും ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ് ആണ്, which looks after the hospitalization expenses based on the maximum sum of the insured with regard to the following situation. ഇതിൽ ഒരു ഇൻഷുർഡ് മതി കേട്ടോ. സമ്മ കഴിഞ്ഞിട്ടുള്ള ഇൻഷുർഡ് വേണമെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തോളൂ. ഒരു ഇൻഷുർഡ് മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ വായിക്കാം. മെഡിക്ലെയിം ഇൻഷുറൻസ് is a cover which looks after the hospitalization expenses based on the maximum sum of the insured with regard to the following situations. അതായത് ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ആ ഒരു പരമാവധി തുകയെ അടിസ്ഥാനമാക്കിയിട്ട് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളൊക്കെ വഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കവറേജ് ആണിത് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ്? അതായത് എന്താണ് ഇവിടെ പറയുന്നത്? ആ ഒരു ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ മാക്സിമം തുക, ഇൻഷുറൻസിലൂടെ എത്രത്തോളം എമൗണ്ട് അയാൾക്ക് കിട്ടും, ആ പരമാവധി തുകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അയാൾക്ക് വരുന്ന ചില ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളൊക്കെ കവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജിനെയാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെ സിറ്റുവേഷൻ ആണ്? ഒന്ന്, ഇൻ ദ ഇവന്റ് ഓഫ് എ സഡൻ ഇൽനെസ്, പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ. ഓക്കെ. രണ്ടാമത് എന്താണ്? ഇൻ ദ ഇവന്റ് ഓഫ് ആൻ ആക്സിഡന്റ്, പെട്ടെന്ന് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ. അതുപോലെ ഇൻ കേസ് ഓഫ് എനി സർജറി റിക്വയർഡ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡിസീസ് വിച്ച് ഹാസ് അറൈസൺ ഡ്യൂറിംഗ് ദ പോളിസി പീരീഡ്. അതായത് നമ്മൾ ഈ പോളിസി എടുത്ത സമയത്ത്, പോളിസി എടുത്തതിന് ശേഷം പെട്ടെന്ന് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ, ആ അസുഖം മൂലം നമുക്ക് എന്തെങ്കിലും സർജറി ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഇതിനകത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. മെഡിക്ലെയിം ഇൻഷുറൻസിനകത്ത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസും മെഡിക്ലെയിം ഇൻഷുറൻസ് എന്നും പറയുന്നത്.
ഇനി അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇത് രണ്ടും ഒന്നല്ലേ, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? ചെറിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താന്ന് വെച്ചാല് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് ആണ്. എന്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മെഡിക്ലെയിം ഇൻഷുറൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഒരു മെഡിക്ലെയിം ഇൻഷുറൻസിനെ അപേക്ഷിക്കുന്നതിന് അപേക്ഷിച്ച് എന്താണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറേയും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കുറേ സമഗ്രമായിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുമ്പോൾ മാത്രമല്ല, ബിഫോർ ഹോസ്പിറ്റലൈസേഷൻ ആയാലും ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ ആയാലും ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമായാലും, അതുപോലെ പല ടൈപ്പ് ഓഫ് ഒരു വൈഡ് റേഞ്ച് ഓഫ് അസുഖങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് ഇതിലൂടെ കിട്ടുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മെഡിക്ലെയിമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറേ കൂടെ കോംപ്രിഹെൻസീവ് ആണെന്ന് പറഞ്ഞു. അതേസമയം നമ്മൾ മെഡിക്ലെയിം ഇൻഷുറൻസിലോട്ട് വരികയാണെങ്കിൽ അത് എത്ര കോംപ്രിഹെൻസീവ് ഒന്നുമല്ല. അതെന്ന് പറയുമ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിനാണ്. അതായത് ഒരു ബിഫോർ ഹോസ്പിറ്റലൈസേഷൻ ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ ഒന്നുമല്ല, ഹോസ്പിറ്റലൈസ് ആവുന്ന സാഹചര്യത്തിൽ, അഡ്മിറ്റ് ആവുന്ന സാഹചര്യത്തിലുള്ള ഹോസ്പിറ്റലിലെ ചെലവുകളൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നതാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതാണ് അവ തമ്മിലുള്ള ഒരു വ്യത്യാസം. കുറെ കൂടെ ബെറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇത്രയും ടേമുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. മെഡിക്കൽ ഇൻഷുറൻസിന് ആദ്യം പഠിക്കാനുള്ള ടേമുകൾ ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അസുഖങ്ങളോ രോഗങ്ങളോ ആക്സിഡന്റോ ഒക്കെ ഉണ്ടാവുന്ന മെഡിക്കൽ ചെലവുകളെ നിറവേറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ നമ്മൾ കണ്ടു ആരാണ് ഇൻഷുർഡ്. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയാണിത് ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറയുന്നത്, അല്ലെ? ഇൻഷുറർ ആരാണ്? നഷ്ടപരിഹാരത്തിനായിട്ട് പണം നൽകുന്നയാള്, അല്ലെ? ആ ഒരു പണം നൽകാൻ സമ്മതിക്കുന്ന ആ ഒരു കമ്പനി, അവരെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് പറയുന്നത്. ഇനി ഇൻഷുർഡ് പേഴ്സൺ ഇൻഷുറർക്ക് കൊടുക്കുന്ന ആ ഒരു നിശ്ചിത തുകയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. ക്ലെയിം എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ഇസ് ദ റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ്, അല്ലെ? ആ ഒരു നഷ്ടപരിഹാരത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റിക്വസ്റ്റ് കൊടുക്കണം, ഒരു അഭ്യർത്ഥന എന്താണ്? റിക്വസിഷൻ. അതിനെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. അത് തന്നെ ഫസ്റ്റ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. ഫസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ആ പോളിസി ഹോൾഡർ തന്നെ കമ്പനിയോട് നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ക്ലെയിം റിക്വസ്റ്റ് ചെയ്യുന്നത്. മറ്റേ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മൂന്നാമതൊരു വ്യക്തി പോളിസി ഹോൾഡറിന്റെ കമ്പനിയുണ്ട് എന്തിനു വേണ്ടി പറയാണ്? കോമ്പൻസേഷൻ മീൻസ് ആ ഒരു നഷ്ടപരിഹാരത്തിനുള്ള ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, പിന്നെ എക്സ്ക്ലൂഷൻ മനസ്സിലായാലും ഒഴിവാക്കി, കവറേജ് കിട്ടാത്ത ചില സാഹചര്യങ്ങളുണ്ട്, അതിന് നമ്മൾ അവിടുത്തെ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കിയ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അതിൽ ലിസ്റ്റ് ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഈ പറയുന്ന മെഡിക്കൽ സർജിക്കൽ ചെലവുകളൊക്കെ വഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ്. കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആണ്, അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. കോംപ്രിഹെൻസീവ് ആണ്. മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും എന്താണ്? ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ബിഫോറും ആഫ്റ്റർ ഒന്നുമില്ല, കൂടുതലും എന്താണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സന്ദർഭത്തിലുള്ള ആ ഒരു സേവനങ്ങളാണ് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ല? ഓക്കെ ആണോ? ശരി, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം കേട്ടോ. ഇനി നോക്കാം ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില ഇൻഷുറൻസ് ഫേംസുകൾ ഏതൊക്കെയാണ്? ഒരുപാട് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കി കഴിയുകയാണെങ്കിൽ ഇഷ്ടംപോലെ ലിസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മള് മേജർ വൺസ്, പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള കുറച്ച് ഫേംസുകൾ നമ്മൾ പറയുന്നുണ്ട്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഏതൊക്കെയാണ്? അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി എഎക്സ്എ, ICICI Prudential, മാക്സ് ന്യൂയോർക്ക്, മെറ്റ് ലൈഫ് ഇന്ത്യ. ഇതൊക്കെ എന്താണ്? വൺ ഓഫ് ദ മേജർ ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യയിലുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവർക്ക് വായിച്ചിട്ടാണ് കേട്ടോ. അടുത്ത നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ അഡ്വാൻറ്റേജസ് അഥവാ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്? ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്? എന്തിൽ നിന്നൊക്കെ നമ്മൾ അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? അങ്ങനെയുള്ള കുറച്ച് പോയിന്റുകളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം കേട്ടോ. എന്താണ്? ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ്സ് റിസൾട്ട് ഇൻ എ ഫിനാൻഷ്യൽ ക്രൈസിസ് ആക്സസിംഗ് ഹെൽത്ത് കെയർ. ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് എ പുവർ പേഷ്യന്റ് ടു ആക്സസ് ഹൈലി കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസ്. എന്താണ് പറയുന്നത്? ഇപ്പൊ നമ്മള് ഒരു അസുഖം വന്നു, ഒരു ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട്, ഒരു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, പരിചരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ
സ്വാഭാവികമായിട്ട് അത് നമ്മൾ ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസിലെത്തും അല്ലെ, ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അത് നയിക്കും. അതേ സമയം നമ്മൾ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ അതൊരു പാവപ്പെട്ട രോഗിയെ എന്താണ് നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ക്വാളിറ്റി കെയർ സേവനങ്ങൾ ലഭിക്കാനായിട്ട് എന്താ പറയാ സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കും ഒരു ഇൻഷുറൻസ് കവറേജ് അല്ലെ. അപ്പൊ നമുക്ക് വലിയ വലിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കാൻ നമുക്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. അതേസമയം നമ്മൾ ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ചെലവുകൾ നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, costly healthcare services can send the families to poverty. Medical insurance can avoid this situation. ഈ ഫസ്റ്റ് പറഞ്ഞ അതേ കാര്യമുണ്ട് കേട്ടോ. ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ എപ്പോഴും കുടുംബങ്ങൾ എന്താക്കും, വഴിയാധാരാക്കും, അവരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. അതേസമയം എന്താണ്, മെഡിക്കൽ ഇൻഷുറൻസ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യും. ഓക്കെ, അവോയ്ഡ് ചെയ്യും. എന്നുവെച്ചാൽ ബെനിഫിറ്റ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് ദ പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. അതാണ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ചർച്ചകൾ നടത്തുക അല്ലെങ്കിൽ സംഭാഷണം നടത്തുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ്. അതായത് പേഷ്യന്റുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത് വഴിയൊരുക്കുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് വഴിയൊരുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഈ പറയുന്ന പേഷ്യൻസുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരായിട്ടുള്ള ആ ഒരു ചർച്ചകളിലൂടെ ഏറ്റവും ആ ഒരു മെഡിക്കൽ കോസ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് അല്ല, അവർക്ക് മെഡിക്കൽ കോസ്റ്റിനെ മാനേജ് ചെയ്യണമെങ്കിൽ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ അവർക്ക് ഇതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഹെൽപ്പ് അല്ല, അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്നത്, മെഡിക്കൽ ഇൻഷുറൻസ് കവറേജിലൂടെ ലഭിക്കുന്നതാണ്. പറഞ്ഞു മനസ്സിലായോ? പേഷ്യൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ അവർക്ക് എന്താണ് അവർക്ക് ഒരു ഏറ്റവും നല്ല രീതിയിൽ അവരുടെ മെഡിക്കൽ കോസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ആണ്. ഓക്കെ, അടുത്ത കാണുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട് യു ഫ്രം ദ ഹൈ അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്. ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. അതാണ് പ്രൊട്ടക്ട് യു ഫ്രം ഹൈ അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്. അതായത് നമുക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ചെലവുകളൊക്കെ വരികയാണെങ്കിൽ അത്തരം ചെലവുകളിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഓക്കെ, അടുത്തത് എന്താണ്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി മെയ്ഡ് അഫോർഡബിൾ. അത് മാത്രമല്ല, ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് ഏറ്റവും നല്ല നിലവാരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ ലഭ്യമാക്കാനായിട്ട് നമുക്ക് മെഡിക്കൽ കവറേജ് കൊണ്ട് സാധിക്കും. കാര്യം നമുക്കൊരു പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു നല്ല ട്രീറ്റ്മെന്റ് കിട്ടാത്തൊരു സാഹചര്യം അവിടെ വരില്ല. മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും. ഓക്കെ, അടുത്തതാണ് എന്ത്, ടാക്സ് ബെനിഫിറ്റ്. അടുത്തത് എന്താണ്, ടാക്സ് ബെനിഫിറ്റ്. നികുതി ഇളവാണ് അല്ലെ, നികുതിയുടെ കുറെ ബെനിഫിറ്റ്സ്. എന്താണ് നികുതി ഇളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതില് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സ് സെക്ഷൻ 80D പ്രകാരം അതിനകത്ത് പറയുന്നുണ്ട്, ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരു വ്യക്തി, അപ്പൊ ആ വ്യക്തിയുടെ സ്പൗസ്, അപ്പൊ ഭാര്യയാവാം, ഭർത്താവാമോ, അല്ലെങ്കിൽ അവരുടെ ആശ്രിതൻ, ഇപ്പൊ അവരുടെ കുഞ്ഞുങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് 25,000 രൂപ വരെ പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ, 25,000 രൂപ വരെയുള്ള പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 25,000 രൂപ പ്രീമിയം ആകുമ്പോഴേക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പൈസയില് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. അതായത് ഒരു ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുകയാണ്, നികുതി ഇളവ് അവിടെ ലഭിക്കുകയാണ്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസ് ഒക്കെ ആണെങ്കിൽ, മുതിർന്ന പൗരന്മാരാണെങ്കിൽ അവർക്ക് ഒരു 50,000 രൂപ വരെയുള്ള പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണ്ട, ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ചില ടാക്സിൽ അവർക്ക് ഇളവ് ലഭിക്കും. പറഞ്ഞു മനസ്സിലായോ? അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. നമ്മൾ സാധാരണ നമുക്ക് വാർഷിക വരുമാനം ഇത്ര എമൗണ്ടിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരാൾക്ക് വർഷത്തിൽ 4 ലക്ഷം രൂപയാണ് സാലറി വിചാരിച്ചത്. 4 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട. ഇപ്പൊ 4,50,000 രൂപയാണ് അവരുടെ വാർഷിക വരുമാനം വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ആ എക്സ്ട്രാ വന്ന 50,000 രൂപയ്ക്ക് നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഈ 50,000 രൂപയ്ക്കകത്ത് ഒരു 25,000 രൂപ പ്രീമിയം അവര് ഒരു ഹെൽത്ത് ഇൻഷുറൻസിനായിട്ട് അടയ്ക്കുന്നുണ്ട്. ഒരു 25,000 രൂപ വരെയുള്ള പ്രീമിയം ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ആ 25,000 രൂപയ്ക്ക് അവർക്ക് ടാക്സ് കൊടുക്കണ്ട. മനസ്സിലായോ? ടാക്സ് കൊടുക്കണ്ട, അതിൽ ഡിഡക്ഷൻ ലഭിക്കും, ഇളവ് ലഭിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മളൊരു സീനിയർ സിറ്റിസൺ ആണ്, അയാൾക്ക് 50,000 രൂപയുള്ള പ്രീമിയം, 50,000 രൂപയുടെ പ്രീമിയം ആകുമ്പോഴേക്കും അയാൾക്ക് ആ രൂപയ്ക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരില്ല, ടാക്സ് പേ ചെയ്യുന്നതായിട്ട് വരില്ല. ബാക്കിയുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന് പേ ചെയ്താൽ മതി. അപ്പൊ അത്തരത്തിലുള്ള നികുതി ഇളവുകൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്,
ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇൻഷുറൻസ് കവറേജ് പാവപ്പെട്ട ആളുകളെ ഏറ്റവും ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ ഇൻഷുറൻസിന് ഈ പറയുന്ന കോസ്റ്റ്ലി ഹെൽത്ത് സർവീസുകളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബത്തിന്റെ ദാരിദ്ര്യം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇൻഷുറൻസ് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ രോഗികളുമായിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വഴിയൊരുക്കുന്നുണ്ട്. അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ വഹിക്കാനായിട്ട് ഇൻഷുറൻസ് സഹായിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല എല്ലാ ട്രീറ്റ്മെന്റുകളും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ലഭ്യമാക്കാനും സാധിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ടാക്സ് ബെനിഫിറ്റ് ആണ് അതായത് നികുതി ഇളവാണ് കേട്ടോ അവിടെ ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അടുത്തതാണ് എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ചെലവുകൾ എന്തൊക്കെയാണ്. നമുക്കറിയാലോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം ചെലവുകളാണ് അവർ പൊതുവായിട്ട് കവർ ചെയ്യുന്നത്? അതിനകത്ത് 7 പോയിന്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. 7 പോയിന്റ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, രണ്ടാമത്തത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, മൂന്നാമത്തത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, നാലാമത്തത് ആംബുലൻസ് ചാർജസ്, അഞ്ചാമത്തത് ഡേ കെയർ ട്രീറ്റ്മെന്റ്, ആറാമത്തത് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്, ഏഴാമത്തത് ഇൻകം ബെനിഫിറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചെലവുകളൊക്കെ ആർക്ക് വഹിക്കാം? ഹെൽത്ത് ഇൻഷുറൻസിന് വഹിക്കാനായിട്ട് സാധിക്കും. ഓരോന്ന് എന്താണെന്നുള്ളത് പോയിന്റ് പഠിച്ചു വെക്കാം. നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. Each insurance company provides plans that cover various expenses. അല്ലെ, വിവിധ തരത്തിലുള്ള ചെലവുകളൊക്കെ തന്നെ കവർ ചെയ്യാനായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്? പല വിധത്തിലുള്ള പോളിസികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പോളിസികളും ഒരേ ഇതാവുന്നില്ല, പല പല പോളിസികൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സം ഓഫ് ദ സ്റ്റാൻഡേർഡ് ഹെൽത്ത് എക്സ്പെൻസസ് കവേർഡ് ആർ ദ ഫോളോയിങ്. അപ്പൊ പൊതുവെ എന്താണ് കുറച്ച് ഹെൽത്ത് എക്സ്പെൻസസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിറ്റഡ് പേഷ്യന്റ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗി ആശുപത്രിയിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഇൻഷുറൻസിൽ അത് എന്താ പറയാ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് എന്താ പറയാ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ആണ് അവർ എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആര് കൊടുത്തിരിക്കും? ഇൻഷുറർ ആ കമ്പനി അവിടെ കൊടുത്തിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ഒരു രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഇല്ലസോ മൂലം അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ ഇതെല്ലാം തന്നെ എന്ത് ചെയ്യാണ്? കവർ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് അവർ എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളെല്ലാം തന്നെ ആ ഒരു കമ്പനി കൊടുക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഉൾപ്പെടുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്? റൂം റെന്റ് കേട്ടോ, റൂമിന്റെ വാടക, അതുപോലെ തന്നെ നഴ്സിംഗ് എക്സ്പെൻസസ്, ICU ചാർജസ്, ഡോക്ടർ കൺസൾട്ടേഷൻ, സർജറി, പിന്നെന്താണ് അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് സർജിക്കൽ ശസ്ത്രക്രിയ ഉപകരണങ്ങള്, അതുപോലെ രോഗനിർണയ സാമഗ്രികള്, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളൊക്കെ വഹിക്കുന്നത് എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് എന്താണ്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. പ്രീ എന്ന് പറയുന്നത് എന്താണ്? ബിഫോർ എന്നുള്ള അർത്ഥമാണ്, മുൻപ് എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്തായിരിക്കും? രോഗിയെ ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് തന്നെ, അതും ഒരു നിശ്ചിത കാലയളവ് വരെ എന്ത് ചെയ്യാണ്? ആ ഒരു ഇൻഷുറൻസ് കവറേജ് ലഭിക്കുക. അതാണ് അത്തരം ആ ഒരു ഇൻഷുറൻസ് എക്സ്പെൻസസ് അവർ വഹിക്കും. അതാണ് എന്ത്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, all medical expenses incurred before the patient is hospitalized up to a period of specific career are covered in the insurance plan. അതായത് ഒരു പ്രത്യേക കാലയളവ് വരെ, തോന്നിയ സമയം വരെ അങ്ങനെ കൊടുക്കില്ല, ഒരു ഇത്ര കാലയളവ് വരെ എന്ത് ചെയ്യാണ്? ആ പേഷ്യന്റിന് അത്തരത്തിലുള്ള മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ വഹിക്കുന്നത്. ഹോസ്പിറ്റലൈസേഷന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ. അതിനകത്ത് എന്തൊക്കെ എക്സ്പെൻസ് വരാം? These consist of doctor consultation. അല്ലെ, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ചില മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തേണ്ടതായിട്ട് വരും. പ്രൈമറി പ്രൊസീജിയർ, പ്രാഥമികമായിട്ടുള്ള ചില പരിശോധനകൾ നടത്തേണ്ടി വരും.
പ്രിവെന്റീവ് സർജറീസ് അല്ലെ, മൈനർ സർജറി തന്നെ, പക്ഷെ നമുക്കൊരു പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സർജറികൾ ഉണ്ടായിരിക്കും. ഡയഗ്നോസിസ്, ടെസ്റ്റ് ആൻഡ് മെഡിസിൻസ്. അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം എന്താണ്, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ചെലവ് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അടുത്തതാണ് എന്ത്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. എന്തായിരിക്കും പോസ്റ്റ് എന്ന് പറയുമ്പോൾ? പോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വരുന്ന ചെലവുകൾ വഹിക്കുന്ന ഇൻഷുറൻസ് അല്ലെ, അത്തരം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസിൽ വരുന്നതാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് വായിക്കാം. ഓൾ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ പേഷ്യന്റ് കെയർ ആൻഡ് മെഡിസിൻസ് ആഫ്റ്റർ എ പേഷ്യന്റ് ഇസ് ഡിസ്ചാർജ്ഡ് ഫ്രം ദ ഹോസ്പിറ്റൽ അപ് ടു എ പീരീഡ് സ്പെസിഫൈഡ് earlier are included in health care insurance. These consist of post-hospitalization consultation, diagnostic ടെസ്റ്റുകൾ, മെഡിസിൻസ്, തെറാപ്പി, ഡ്രഗ്സ് എക്സെട്ര. അതായത് ഒരു രോഗി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചെലവുകളൊക്കെ വഹിക്കുന്നത് ഇൻഷുറൻസ് പ്ലാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതും ഒരു നിശ്ചിത കാലയളവ് വരെ. അപ്പൊ അതിനകത്ത് എന്തെല്ലാം എന്താ പറയാ എക്സ്പെൻസുകൾ വരുന്നുണ്ട്. These consist of post-hospitalization consultation. Okay, അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾക്ക് ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വീണ്ടും ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് വരുന്ന ചില ചെലവുകളുണ്ട്. അതുപോലെ തന്നെ കൺസൾട്ടേഷൻ പറഞ്ഞു, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ അല്ലെ, രോഗപരിശോധന. ഇപ്പൊ നമ്മൾ ചില അസുഖം വന്നു, അത് ട്രീറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് പോയി, വീണ്ടും അത് റിക്കർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് പക്ഷെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ മെഡിസിൻസ്, തെറാപ്പി എന്ന് പറയുന്നത് എന്താണ്, റീഹാബിലിറ്റേഷൻ അല്ലെ, റീഹാബിലിറ്റേഷൻ സർവീസ് എന്നാണ്. അതുപോലെ തന്നെ ഡ്രഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തതാണ് എന്ത്, നാലാമത്തെ പോയിന്റ് ആണ് ആംബുലൻസ് ചാർജസ്. നിങ്ങൾ ആംബുലൻസ് സർവീസ് പഠിച്ച ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ അതിനകത്ത് കോസ്റ്റിനെ കുറിച്ച് പഠിച്ചു തോന്നിയിട്ടോ? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസിനകത്ത് ഇങ്ങനെയാണ് ആ ഒരു പേയ്മെന്റ് ചെയ്യുന്നത് ആരായിരിക്കും? അല്ലെങ്കിൽ പേഷ്യന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും അല്ലെ, അത് നമുക്കറിയാം. ഇനി നോക്കൂ, ആംബുലൻസ് ചാർജസ്. ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ വിൽ ആൾസോ കവർ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ഷിഫ്റ്റിംഗ് പേഷ്യൻസ് ടു എ ഹോസ്പിറ്റൽ ബൈ ആൻ ആംബുലൻസ്. ചില ഈ പറയുന്ന ഹെൽത്ത് പ്ലാനിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ എന്താ പറയാ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഒരു രോഗിയെ നമ്മൾ ആംബുലൻസിന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആര് വഹിക്കുന്നുണ്ട്? നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് വഹിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് ആംബുലൻസ് ചാർജസ്. ഓക്കെ, അടുത്തതാണെന്ത്, ഡേ കെയർ ട്രീറ്റ്മെന്റ്. ഡേ കെയർ ട്രീറ്റ്മെന്റ് അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? The health plan will meet the cost of all procedures and treatment undertaken as an inpatient in a hospital or a daycare facility under for less than 24 hours. എന്താണ് പറയുന്നത്? അതായത് ഒരു 24 മണിക്കൂറിൽ താഴെ സമയത്ത് ആശുപത്രിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡേ കെയർ ഫെസിലിറ്റിയിലൊക്കെ എന്താണ് ഒരു ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തില് അല്ലെ, ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തില് ട്രീറ്റ്മെന്റ് എടുക്കുന്ന, ചികിത്സ എടുക്കുന്ന ഒരു സേവനമാണിത്. അത്തരത്തിലുള്ള ചെലവാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 24 മണിക്കൂറിൽ താഴെയായിരിക്കണം. ചില ട്രീറ്റ്മെന്റ് ഒക്കെ നേത്ര രോഗം ചികിത്സയൊക്കെയാണ്, ഇപ്പൊ കാറ്ററാക്ട് ഒക്കെ രാവിലെ പോയി നമുക്ക് വൈകിട്ട് വരാം അല്ലെ, ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. 24 മണിക്കൂറിൽ താഴെ അതിന്റെ ഡയാലിസിസ്, ഫാത്തിമ കറക്റ്റ് ആണ് കേട്ടോ. ഡയാലിസിസ് അങ്ങനെ തന്നെയാണ് അല്ലെ, എല്ലാ ഡയാലിസിസ് നമുക്ക് അഡ്മിറ്റ് ആയിട്ട് ചെയ്യുന്നത് യാതൊരു നിർബന്ധവുമില്ല, രാവിലെ പോയി ചെയ്യുന്നതൊക്കെ ഉണ്ട്. അത്തരത്തിൽ എന്താണ് ഹോസ്പിറ്റലൈസേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈ പറയുന്ന 24 മണിക്കൂർ 24 മണിക്കൂറിൽ തന്നെ ആശുപത്രിയിലോ ഡേ കെയർ ഫെസിലിറ്റിയിലോ ട്രീറ്റ്മെന്റ് എടുക്കുന്ന അത്തരം ചെലവുകളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തതാണ് എന്ത്, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ഡേ ടു ഡേ എന്ന് പറഞ്ഞ എന്താണ്, എവറി ഡേ എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഹെൽത്ത് കവർ വിൽ ഗീവ് യു എ ലംപ് സം എമൗണ്ട് ഡെയിലി ഇൻ ദ കേസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് ആ രോഗിക്ക് ഒരു നിശ്ചിത തുക വീതം എന്ത് കൊടുക്കാണ്, ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കാണ്. ലംസം എന്ന് വെച്ചാൽ തുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഇവിടെ. ആ ഒരു ലംസം എമൗണ്ട് ആർക്ക് കൊടുക്കാണ്? മിനിറ്റ്
ഓക്കെ. നോക്കട്ടാ. ഡേ കെയർ കഴിഞ്ഞു അല്ലെ? ഡേ കെയർ ട്രീറ്റ്മെന്റ്. ഓക്കെ. ഡേ ടു ഡേ ഹോസ്പിറ്റൽ, ഡേ കെയർ ട്രീറ്റ്മെന്റ് അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് ഒരു 24 മണിക്കൂറിൽ താഴെ ആശുപത്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡേ കെയർ ഫെസിലിറ്റിയിലോ ഒരു ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മളുടെ അതിന്റെ ചെലവുകളും എന്ത് വഹിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ വഹിക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത് എന്താണ്? ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കവർ വിൽ ഗീവ് യു എ ലംസം എമൗണ്ട് ഡെയിലി ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി എന്നോണം ഒരു നിശ്ചിത തുക, ഒരു ലംസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത തുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു ലംസം എമൗണ്ട് ആർക്ക് കൊടുക്കാണ്? പേഷ്യന്റിന് കൊടുക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. അത്തരത്തിലുള്ള ചെലവുകൾ വഹിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. പിന്നെ വരുന്നതാണ് ഇൻകം ബെനിഫിറ്റ്. ഇൻകം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് പ്രൊവൈഡ് എ ലംസം ടു യുവർ ഫാമിലി ടു റീപ്ലേസ് ദ ലോസ്റ്റ് ഇൻകം ഫോർ ദ ഫാമിലി ഇൻ കേസ് ഓഫ് യുവർ ആബ്സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്ന് പറഞ്ഞ ചില അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണ്. ഈ അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ എന്ന് പറയുന്നത് ഇപ്പോ നിങ്ങളുടെ അഭാവത്തില്, നിങ്ങളായിരിക്കാം ഒരു പക്ഷെ ആ ഒരു വീട്ടിലെ സോഴ്സ് ഓഫ് ഇൻകം. അപ്പൊ നിങ്ങളുടെ അഭാവത്തില് എന്ത് ചെയ്യാണ്? ആ ഒരു വരുമാനം, നിങ്ങളുടെ അഭാവത്തിൽ നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായിട്ട് ആ ഒരു കുടുംബത്തിന് എന്താണ്? ഒരു നിശ്ചിത തുക അവർക്ക് കൊടുക്കുകയാണ്. അത്തരത്തിലുള്ള എന്തുണ്ട്? ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതാണ് ഇൻകം ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ച് അയാളായിരിക്കാം അവിടുത്തെ സോഴ്സ് ഓഫ് ഇൻകം. അപ്പോ അയാളുടെ അഭാവത്തില് ആ ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായിട്ട് എന്ത് ചെയ്യാണ്? ഒരു നിശ്ചിത എമൗണ്ട് ആ കുടുംബത്തിലേക്ക് കൊടുക്കുകയാണ്, ആ ഒരു കുടുംബത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻകം ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ ഇത്തരത്തിലുള്ള ചെലവുകളൊക്കെ ആര് വഹിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് വഹിക്കുന്നുണ്ട്. ഏതൊക്കെയാ നമ്മൾ പോയിന്റ് പറഞ്ഞത്? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം വരുന്ന ചെലവുകളൊക്കെ എന്ത് വഹിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ്. അത്തരത്തിലുള്ള ചെലവുകൾ ഹെൽത്ത് ഇൻഷുറൻസ് വഹിക്കുന്നുണ്ട്. അതുപോലെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ആംബുലൻസ് ചാർജസ്, പിന്നെന്താണ്? ഡേ കെയർ ട്രീറ്റ്മെന്റ്, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്, ഡേ ടു ഡേ ഹോസ്പിറ്റൽ എക്സ്പെൻസസ്, ഇൻകം ബെനിഫിറ്റ്. ഇത്രയും ചെലവുകളാണ് സാധാരണയായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ദി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ, നോക്കാം നമുക്ക്.
അടുത്ത നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയും ചെലവുകളാണ് ആര് കൊടുക്കുന്നത്? ഹെൽത്ത് ഇൻഷുറൻസ് വഹിക്കുന്നത്. അതെല്ലാം നമുക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ ഒരു എക്സ്ക്ലൂഷന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ? കുഴപ്പമില്ല. എന്താണ് ഇൻകം ബെനിഫിറ്റ്? ഹോസ്പിറ്റൽ ചെലവ് മാത്രമാണോ? അല്ല, ഹോസ്പിറ്റൽ ചെലവില് വരും അത്. അതായത് എന്തെങ്കിലും ഒരു ഹെൽത്തിന്റെ പ്രശ്നം കൊണ്ട് ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അങ്ങനെ അത് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് പോളിസിക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, ചില ഇൻഷുറൻസ് പോളിസിക്ക് അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മളുടെ ആബ്സെൻസിൽ അവർക്ക് എന്തെങ്കിലും ജീവഹാനി വരികയാണെങ്കിൽ, അവർക്ക് ഏതെങ്കിലും തരത്തിൽ അസുഖം മൂലം അവർക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല, അവരാണ് ആ ഒരു കുടുംബത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ, അവരുടെ ആബ്സെൻസിൽ അവര് അങ്ങനത്തെ പോളിസി എടുത്തിട്ടുള്ളവരാണെങ്കിൽ, അതാണ് കേട്ടോ പറഞ്ഞത്, അങ്ങനത്തെ പോളിസി എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യത്തിൽ ആ ഒരു കുടുംബത്തിന് ആ ഒരു നിശ്ചിത തുക കൊടുക്കും. ഇതൊക്കെ പറയുന്നത് എന്താണ്? തുടക്കം ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ്? Each insurance company provides the plans that cover the various expenses. അല്ലെ, പല ചെലവുകൾ വഹിക്കുന്ന പല ടൈപ്പ് ഓഫ് പ്ലാനുകളുണ്ട്. നമ്മൾ എടുക്കുന്ന പ്ലാനുകൾക്ക് അനുസരിച്ചിട്ടാണ് ആ ഒരു ആനുകൂല്യം കിട്ടുന്നത്. ഇപ്പൊ ചിലത് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് മാത്രം വഹിക്കുന്ന പോളിസികളുണ്ട്. മറ്റു ചിലത് എന്താണ്? ബിഫോർ ട്രീറ്റ്മെന്റ്, ഡ്യൂറിങ്, അതുപോലെ തന്നെ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പോളിസികളുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ശരി. ഇനി അടുത്തത് കേട്ടോ, കുറച്ച് എന്താ പറയാ, ചെറിയൊരു പ്രഷർ ആഡിക്ഷൻ പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഒരുപാട് നേരത്തെ എണീറ്റു. അന്ന് അച്ഛനെ ബലിയിടാൻ പോണ്ട ദിവസമായിരുന്നു. അത് അതിനോട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റു. രാത്രി ഇങ്ങനെ കിടന്നപ്പോഴും ലേറ്റ് ആയി പോയി. അതായത് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടാണ് പിന്നെ ബലിയിടാനൊക്കെ പോയത്. തിരിച്ചു വന്നപ്പോഴേക്കും ഭയങ്കര ഒരു ക്ഷീണം പോലെ. 2-3 ദിവസമായി ഇങ്ങനെ ഓട്ടമാണ്. അതുകൊണ്ടാണ് തോന്നുന്നു. നോക്കാട്ടോ. അടുത്തതാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അഥവാ IRDAI കേട്ടോ. അപ്പൊ ആദ്യം തന്നെ IRDAIയുടെ ഫുൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് അതിന്റെ ഫുൾ ഫോം? എന്താണ്? ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്താണത്? IRDAI എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ എന്താ പറയാ, ഗവൺമെന്റ്, നമ്മുടെ എന്താ പറയാ, ഇൻഷുറൻസ് ഇൻഡസ്ട്രികളെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, ഇന്ത്യയില് നമ്മുടെ ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇതെന്ന് പറയുന്നത് IRDAI എന്ന് പറയുന്നത് കേട്ടോ. അതാണ് IRDAI. നമ്മുടെ ഇന്ത്യയില് ഈ പറയുന്ന ഇൻഷുറൻസ് ഇൻഡസ്ട്രികളെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇത് IRDAI എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോ അവരെന്താ ചെയ്തിരിക്കുന്നത്? ഹാസ് എ ലിസ്റ്റ് ഓഫ് ഡിസീസസ് ഓർ മെഡിക്കൽ ദാറ്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ ദ ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മൾ നേരത്തെ ഒരു എക്സ്ക്ലൂഷന്റെ കേസ് പറഞ്ഞു അല്ലെ? അതായത് ഈ ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് കവർ ചെയ്യാത്ത ചില സാഹചര്യങ്ങൾ, അതിപ്പോ ചിലപ്പോൾ മെഡിക്കൽ കണ്ടീഷൻസ് ആയിരിക്കാം, എന്തെങ്കിലും രോഗങ്ങളായിരിക്കാം, അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ആണ് അവിടെ കൊടുത്തത്. എന്ന് പറഞ്ഞാല് ഇൻഷുറൻസ് കവറേജ് ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? കോസ്മെറ്റിക് സർജറീസ്. ഇതാണ് കോസ്മെറ്റിക് സർജറീസ്. കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ബ്യൂട്ടി എൻഹാൻസിങ് ആയിട്ടുള്ള സർജറികളാണ്. അതൊരു ഇലക്ടീവ് പ്രൊസീജിയർ ആണ്, നിർബന്ധമൊന്നുമില്ല ചെയ്യുന്നത്. അങ്ങനെയുള്ള സർജറികൾക്ക് എന്ത് ലഭിക്കില്ല? ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. മനസ്സിലായല്ലോ? കോസ്മെറ്റിക് സർജറീസ് അതിന് ഇൻഷുറൻസ് കവറേജ് ലഭിക്കും. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ IRDAI ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില സാഹചര്യങ്ങളാണ്, കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കണം. അപ്പൊ കോസ്മെറ്റിക് സർജറികൾക്ക് എന്ത് കിട്ടില്ല? ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. പിന്നെന്താണ്? IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. IVF നിങ്ങൾക്ക് അറിയാലോ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെ? അതന്നെ IVF. അപ്പൊ IVF ഇത്തരത്തിലുള്ള ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് എന്ത് ലഭിക്കില്ല? ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. ഓക്കെ, പിന്നെന്താണ്? പ്രഗ്നൻസി ആൻഡ് അബോർഷൻ. അപ്പൊ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു രോഗാവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? ആ ഒരു പ്രഗ്നൻസിക്കും അബോർഷൻ, അങ്ങനെയുള്ള കാര്യം, അബോർഷൻ എന്നൊക്കെ പറഞ്ഞ നിയമവിരുദ്ധമാണ് അല്ലെ? അത്തരം കാര്യങ്ങൾക്കൊന്നും എന്ത് കിട്ടില്ല? ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. ഓക്കെ, പിന്നെന്താണ്? മിസ്സലേനിയസ് ചാർജസ്. അതല്ലാത്ത കുറെ ചാർജസ്. അതല്ലാത്ത ചാർജ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള്
ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഫുഡ് ആൻഡ് ബിവറേജസ്, അതുപോലെ നമ്മള് ഇപ്പൊ ഫോണൊക്കെ യൂസ് ചെയ്യാം, ഫോൺ അതുപോലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊന്നും എന്ത് ലഭിക്കില്ല, ഇൻഷുറൻസ് കവറേജ് ഒന്നും അതിനകത്ത് ലഭിക്കില്ല. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, ലോണ്ട്രി അല്ലെങ്കിൽ ടോയ്ലറ്ററീസ് അങ്ങനത്തേനൊന്നും എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. പറഞ്ഞ മനസ്സിലായോ? അഡീഷണൽ ആയിട്ട് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ അവിടുത്തെ എന്താണ് ഈ പറയുന്ന ഡ്രിങ്ക്സ് ആൻഡ് ബിവറേജസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനൊന്നും ഒരു തരത്തിലും അത്തരത്തിലുള്ള ഇതിനൊന്നും കവറേജ് ലഭിക്കില്ല, അല്ലാത്തതിനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പിന്നെ വരുന്നത് അതർ ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ചാർജസ്, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് ആൻഡ് സർവീസ് ചാർജസ് connected with the medical treatment are not covered under certain health insurance plans. ഇതാണ് പറയുന്നത്. ചില ചാർജുകൾ, ഇപ്പൊ രജിസ്ട്രേഷൻ ചാർജുകൾ, അഡ്മിഷൻ ഫീസുകൾ, പിന്നെ സർവീസ് ചാർജുകൾ അല്ലെ, എന്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സർവീസ് ചാർജുകൾ, അതൊന്നും ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിനകത്ത് കവർ ചെയ്യുന്നില്ല. ഓക്കെ, കവർ ചെയ്യുന്നില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള് ഈ ഇൻഷുറൻസ് കവറേജ് കിട്ടാത്ത സാഹചര്യങ്ങളാണ് കേട്ടോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് സപ്ലിമെന്റ്സ്. ഹെൽത്ത് സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ പ്രോട്ടീൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസ് അല്ലെങ്കിൽ വല്ല പ്രോട്ടീൻ ഷേക്സുകള് അങ്ങനത്തെയൊക്കെ നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ വാങ്ങുകയാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അത് അത്യാവശ്യമുള്ളതല്ല, അങ്ങനെ വല്ല ഹെൽത്ത് സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? മരുന്നുകൾക്ക് കിട്ടുമായിരിക്കാം, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മരുന്നുകൾക്ക് കിട്ടും, പക്ഷെ അതല്ലാതെ നമ്മൾ ചെയ്യുന്ന ചില ഹെൽത്ത് സപ്ലിമെന്റ്സിനൊന്നും എന്ത് കിട്ടില്ല, കവറേജ് കിട്ടില്ല. ഓക്കെ, പിന്നെ വരുന്നത് ഇൻ ഇന്ത്യ health supplement expenses and protein shake expense are not covered and health insurance. In India, health supplement expenses and protein shake expenses are not covered in health insurance. in health insurance. അതായത് ഈ പറഞ്ഞ അതേ പോയിന്റ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഹെൽത്ത് സപ്ലിമെന്റ് ചെലവുകൾ, ഇപ്പൊ പ്രോട്ടീൻ ഷേക്ക് പോലെയുള്ള അങ്ങനത്തെയൊക്കെ നമ്മൾ ചെയ്യുന്ന അത്തരം ചെലവുകൾക്കൊന്നും എന്ത് കിട്ടാറില്ല, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്. അതായത് ഇപ്പൊ നമുക്ക് മുൻപ് ഉണ്ടായിരുന്ന ചില എന്താ പറയുക ഹെൽത്ത് കണ്ടീഷൻസ്, മുൻപുണ്ടായിരുന്ന ചില ഹെൽത്ത് കണ്ടീഷൻസ്, അതിന് നമുക്ക് എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ഇപ്പൊ നമ്മൾ പോളിസി എടുത്തു, പക്ഷെ പോളിസി എടുത്തതിന് ശേഷം നമുക്കൊരു വെയിറ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ആരോഗ്യ പരിരക്ഷ ലഭിക്കും. അതേസമയം ആ പോളിസി എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കുണ്ടായ ഒരു അസുഖത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഷുറൻസ് നമുക്ക് കിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോ ഒരു പോളിസി എടുത്തിട്ടുണ്ട്, ആ പോളിസി പക്ഷെ നമുക്ക് മുന്നേ തന്നെ പല അസുഖങ്ങളും ഉണ്ടായിരുന്നു, ആ അസുഖത്തിന്റെ പേര് പറഞ്ഞ് നമുക്ക് ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് വായിക്കാം. Diseases which are existing earlier are not covered under the health insurance right away. അപ്പൊ നമുക്ക് മുൻപുണ്ടായിരുന്ന ചില അസുഖങ്ങൾക്ക് ഒരു കാരണവശാലും നമുക്ക് പോളിസി ഉടനെ ലഭിക്കില്ല. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കില്ല. Some plans do not provide the cover for high blood pressure and diabetes, while many others do. അതായത് ചില പ്ലാനുകൾ, ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഓരോ പ്ലാനുകളുണ്ട്, കുറെ ഇൻഷുറൻസ് പ്ലാൻസുകളുണ്ട്. അപ്പൊ ചില പ്ലാനുകളിനകത്ത് ഇത് ഈ പറയുന്ന ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് അങ്ങനെയുള്ള അസുഖങ്ങൾ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങളാണ് അല്ലെ, അത്തരം അസുഖങ്ങൾക്കൊന്നും എന്ത് കൊടുക്കുന്നില്ല, ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല ചില പ്ലാനുകളിൽ. അതേസമയം while many others do, മറ്റു ചില പ്ലാനുകളിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി നോക്കാം. The insurer will provide a duration after which the claims for the pre-existing health conditions can be made. നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഈ ഇൻഷുറർ ഉണ്ടല്ലോ, ഇൻഷുറൻസ് കൊടുക്കുന്ന ആ കമ്പനി എന്ത് ചെയ്യും, ഒരു നിശ്ചിത കാലയളവ് വെക്കും. ഓക്കെ, ആ ഒരു നിശ്ചിത കാലയളവിന് ശേഷം, ഓക്കെ, അതിനുശേഷം മാത്രമേ നമുക്ക് ഒരു പക്ഷെ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസിന് എന്ത് ലഭിക്കുള്ളൂ, നമുക്ക് ക്ലെയിം ലഭിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതായത് ഇൻഷുറർ വിൽ പ്രൊവൈഡ് എ ഡ്യൂറേഷൻ ആഫ്റ്റർ വിച്ച് ദ ക്ലെയിംസ് ഫോർ ദ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് ക്യാൻ ബി മെയ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഷുറൻസ് നമ്മൾ എടുത്ത സമയത്ത് ഇന്ന് നമ്മൾ ഇൻഷുറൻസ് എടുത്തു, അപ്പൊ നാളെ മറ്റന്നാളെ നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു, അതിന് പെട്ടെന്ന് നമുക്ക് ഓടിച്ചെന്ന് എന്ത് കിട്ടില്ല, ആ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അതിനൊരു വെയിറ്റിംഗ് ടൈം ഉണ്ട്. ഓക്കെ, ആ ഒരു നിശ്ചിത കാലയളവിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അതിൽ നിന്നുള്ളൊരു ആരോഗ്യ പരിരക്ഷ നമുക്ക് ലഭിക്കുള്ളൂ. അതിന് നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എന്നാണ് പറയാ. എന്താണ് വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത്
ഇനി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് കുറെ കൂടി വ്യക്തമായിട്ട് പറയാം. അതായത് ഇന്നിപ്പോ നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു, ഓക്കെ, ഇൻഷുറൻസ് എടുത്തു, നാളെ മറ്റന്നാൾ നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നുകൊണ്ടിരിക്കട്ടെ, നമുക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് ഉടനെ പോയി ക്ലെയിം ചെയ്യാൻ അങ്ങനെ സാധിക്കില്ല. അതിനൊരു വെയിറ്റിംഗ് ടൈം ഉണ്ട്. ഇൻഷുറർ എന്ത് ചെയ്യും, ഒരു നിശ്ചിത കാലയളവ് വെച്ചിട്ടുണ്ട്. ആ കാലയളവിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അതിൽ നിന്നുള്ളൊരു പരിരക്ഷ ലഭിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. The waiting period depends on the insurer and can be between 12 to 48 months. അതാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു പോളിസി എടുത്തിട്ട് ഒരു നിശ്ചിത കാലയളവിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, അതിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ. ഓക്കെ, ആ ഒരു കാലയളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെയിറ്റിംഗ് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ രവി എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം എന്തുണ്ട്, ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു ആക്സിഡന്റ് ഇൻഷുറൻസിന്റെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 30 ദിവസമാണ്. അതാണ് 30 ദിവസം. ഓക്കെ, അതായത് ആ ഒരു 30 ദിവസം ആയി കഴിഞ്ഞാൽ 30 ദിവസത്തിന് ശേഷം ആ പ്ലാൻ ആക്ടിവേറ്റ് ആവുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 30 ദിവസത്തിനുള്ളിൽ രവിക്ക് ഒരു ആക്സിഡന്റ് വരിക. ഓക്കെ, ആക്സിഡന്റ് വന്നിട്ട് അദ്ദേഹം ക്ലെയിം ചെയ്യുകയാണെങ്കിൽ, ആ ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഇൻഷുറർ എന്ത് ചെയ്യും, അത് റിജക്ട് ചെയ്യും. മനസ്സിലായോ, അത് റിജക്ട് ചെയ്യുന്നത്. അതായത് ഒരു നിശ്ചിത കാലയളവുണ്ട്, ആ കാലയളവിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പ്ലാൻ ആക്ടിവേറ്റ് ആവുള്ളൂ. ആ ഒരു കാലയളവിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് എടുത്താൽ പോലും നമുക്ക് അതിന്റെ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും നമുക്ക് ലഭിക്കില്ല. ആ ഒരു കാലയളവിനെയാണ് നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. The waiting period depends on the insurer and can be between 12 to 48 months. ആ വെയിറ്റിംഗ് പീരീഡ് ചിലപ്പോ 2 വർഷം തുടങ്ങി 4 വർഷം വരെയൊക്കെ ആവാം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് എന്താണ്, സെൽഫ് ഹാം. സെൽഫ് ഹാം എന്ന് പറഞ്ഞ എന്താണ്, സൂയിസൈഡ് പോലെയുള്ള അപകടങ്ങളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് സൂയിസൈഡ് അറ്റംപ്റ്റ്, അപ്പൊ അതിനൊന്നും നമുക്ക് എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് ആൾസോ ഡസ് നോട്ട് കവർ എനി ഇഞ്ചുറീസ് ഓർ മെഡിക്കൽ ഇഷ്യൂസ് റൈസിംഗ് ഫ്രം എ പേഴ്സൺ that causes themselves harm. അതായത് അവർ തന്നെ സ്വയം എന്താ പറയാ, എന്തെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ മൂലം സ്വയം പരിക്ക് പറ്റോ അല്ലെങ്കിൽ അതുമൂലം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. കോസ്മെറ്റിക് സർജറിക്ക് ലഭിക്കില്ല, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, പിന്നെ മിസ്ലേനിയസ് ചാർജസ് പറഞ്ഞ് മനസ്സിലായല്ലോ. മിസ്ലേനിയസ് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഡ്രിങ്ക്സ് ആൻഡ് ബിവറേജസ് അല്ലെങ്കിൽ മറ്റ് ലോണ്ടറി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കണക്ടിവിറ്റി, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഫോൺ വിളിക്കുന്ന അവിടുത്തെ കണക്ഷൻ യൂസ് ചെയ്യുന്നു, നെറ്റ് കണക്ഷൻ യൂസ് ചെയ്യുന്നു, അതിന്റെ ചാർജിനൊന്നും ഒരിക്കലും ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചാർജ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജുകൾ, അതിനൊന്നും കിട്ടില്ല കേട്ടോ, ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. ഹെൽത്ത് സപ്ലിമെന്റ്സിന് കിട്ടില്ല. പിന്നെ മുൻപുണ്ടായിരുന്ന പോളിസി എടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഹെൽത്ത് കണ്ടീഷൻസിന് കവറേജ് ലഭിക്കില്ല. അതുപോലെ തന്നെ സെൽഫ് ഹാം, അല്ലെ, സൂയിസൈഡ് പോലെ സ്വയം പരിക്കേൽപ്പിക്കുന്ന ആ രീതിയിലുള്ള ഇൻഷുറിക്കോ ഡിസീസസിനോ അതുപോലെ ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസിനൊന്നും ഒരു കാരണവശാലും ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നമ്മള് ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. നമ്മള് മെഡിക്കൽ ഇൻഷുറൻസിന്റെ കുറച്ച് ടേംസുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് കണ്ടു അല്ലെ. അതായത് നമ്മൾ ആക്സിഡന്റോ ഡിസീസസോ ഒക്കെ ഉണ്ടായി കഴിയുന്ന സമയത്ത് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസുകൾ എല്ലാം തന്നെ നിറവേറ്റുന്ന ഒരു സംവിധാനമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? നഷ്ടം വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയാണ് ഇൻഷുർഡ്. ആ നഷ്ടപരിഹാരം കൊടുക്കുന്ന വ്യക്തിയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ഈ ഇൻഷുറർക്ക് കൊടുക്കുന്ന നിശ്ചിത തുകയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ, എഗ്രിമെന്റ് അല്ലെ. ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ആ ഒരു എഗ്രിമെന്റിനകത്ത് ഒരു നിശ്ചിത പ്രീമിയത്തിൽ ഒരു നിർദ്ദിഷ്ട ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഇൻഷുറർ ആർക്ക് പ്രൊവൈഡ് ചെയ്യാണ്? ഇൻഷുർഡിന് പ്രൊവൈഡ് ചെയ്യാണ്. ആ ഒരു എഗ്രിമെന്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. ക്ലെയിം എന്ന് പറഞ്ഞ എന്താണ്? ഇറ്റ് ഇസ് ദ റിക്വസിഷൻ ഫോർ ദ പേയ്മെന്റ് ഫോർ എ ലോസ്. ഓക്കെ, ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? റിക്വസ്റ്റ് ചെയ്യാണ്. ആ ഒരു റിക്വസ്റ്റിനെയാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്.
ഫസ്റ്റ് പാർട്ടി ആ വ്യക്തി തന്നെ ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മൂന്നാമതൊരു വ്യക്തി പോളിസി ഹോൾഡറുടെ കമ്പനിയോട് എന്താണ് ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണെന്ന് പറഞ്ഞു. മെഡിക്ലെയിം ഇൻഷുറൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആണിത് ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് ഫേംസുകളൊക്കെ കണ്ടു. പിന്നെ എന്തൊക്കെയാണ് ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്, നമുക്ക് ഏറ്റവും ക്വാളിറ്റി കെയർ കിട്ടും, അഫോർഡബിൾ റേറ്റിൽ നമുക്ക് മെഡിക്കൽ കോസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ പേഷ്യൻസ് ആയിട്ടുള്ള ചർച്ചകളിലൂടെ ഏറ്റവും എന്താ പറയാ ആ മെഡിക്കൽ കോസ്റ്റ് മാനേജ് ചെയ്യാൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തൊക്കെ ചെലവുകളാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വഹിക്കുന്നത്, ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ 7 പോയിന്റ് കേട്ടോ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ആംബുലൻസ് ചാർജ്, ഡേ കെയർ ട്രീറ്റ്മെന്റ്, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്, ഇൻകം ബെനിഫിറ്റ്, അതൊക്കെ. അതുപോലെ IRBAയുടെ ഫുൾ ഫോം പഠിക്കണം. ഇൻഷുറൻസ് കവറേജ് ലഭിക്കാത്ത സാഹചര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി, താങ്ക് യു.